ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കൂപ്പണ് ഫില്ലാക്കിയിട്ട് കൊടുത്തതിൽ ഗിഫ്റ്റിങ്ങൊക്കെ മറിഞ്ഞിട്ടുണ്ട്. ഒരു 3 ഗിഫ്റ്റ് കിട്ടും. അത് മേങ്ങാൻ കപ്പിളായിട്ട് തന്നെ നിർബന്ധമായിട്ടും വരണം. അബുദാബിയിലത്തെ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഹോട്ടലിലേക്ക് ഇന്ന് രാത്രി 8 മണിയാകുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൾ വന്ന്. അപ്പോൾ കുറച്ച് 2 മാസം മുന്നേ ഇങ്ങനെ ഒരു കോൾ ഞങ്ങൾക്ക് വേറെ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രം ദുബൈയിലേക്കാണ് അവർ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബൈയിലൊരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഹോട്ടലിലേക്ക് ഇന്ന സമയമാകുമ്പോൾ എത്തണം, വൈകുന്നേരം 5 മണിയാകുമ്പോൾ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫേക്ക് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ പോയിട്ടാ ഇതെല്ലാം ഫേക്ക് ആയിരിക്കുപ്പാ, എന്തില്ല ഞങ്ങൾ വെറുതെ എന്തിന് നമുക്ക് ഗിഫ്റ്റ് വെറുതെ തരേണ്ട ആവശ്യമുണ്ട്, ഒരു ആവശ്യമില്ലല്ലോ. 3 ഗിഫ്റ്റ് നല്ല ഗിഫ്റ്റാണ് അവർ പറഞ്ഞത്, ഇൻവിറ്റേഷൻ എല്ലാം അയച്ചിട്ട്. അപ്പം ഫേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടാ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലത്തെ ഒരാൾക്ക് സെയിം ഇങ്ങനെ കോൾ വന്നിട്ട് ഓർ പോയിട്ട് ഓർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റല്ല, ഹോട്ടലിൽ സ്റ്റേ ആക്കാനുള്ള ഇത് ഇവരെ കൊടുക്കുന്നല്ലോ. അത് കൊച്ചിയിൽ ഉള്ളത് ചൂസാക്കീന്. അങ്ങനെ കിട്ടുന്ന അങ്ങനെ ഫേക്കായിട്ടുള്ള സംഗതി ഒന്നല്ല, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ ഞമ്മ ഒഴിവാക്കിയില്ലേ, സാരല്ല പോട്ട്, ഇനി വിളിച്ചേക്കാൻ പറ്റുമോ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇന്ന് ഒരു കോള് വന്ന്, ഇങ്ങനെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, 3 ഗിഫ്റ്റ് ഉണ്ട്, ഇൻവിറ്റേഷൻ വാട്സപ്പിൽ അയച്ചു തരാം, ലൊക്കേഷൻ ഇട്ട് തരാം, ഹോട്ടലിലേക്ക് ബാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് അലിച്ച പറഞ്ഞു നമുക്ക് പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് അടുത്തുമ്പാടെ കുറേ ഫാമിലീസ് ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. അങ്ങനൊരു ഫേക്കായിട്ട് തോന്നിയിട്ടാ കാണുമ്പോൾ, കിട്ടുമെന്ന് തോന്നി വിചാരിച്ച്. കിട്ടിയിട്ടാന്ന് അറിയുന്നില്ല. അവിടെ പോയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് നോക്ക്. ഇതാണ് ഉറപ്പാൻ പറഞ്ഞ ഹോട്ടൽ, അബുദാബിയിലുള്ള റമദ ഹോട്ടൽ. പിന്നെ അടുത്തിട്ട് നോക്കുമ്പോൾ കുറേ ഫാമിലീസും മലയാളി ഫാമിലീസും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. കൂടുതലുള്ളത് മലയാളി ഫാമിലീസ് തന്നെ തോന്നുന്നു. പിന്നെ അവിടെ പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ നിന്നിട്ടാ, കുറേ ഫാമിലീസ് എല്ലാം ഉണ്ടതുകൊണ്ട്. ഇത് ലാസ്റ്റ് വരെ നമുക്ക് ഗിഫ്റ്റ് തരുന്നതിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടു. പിന്നെ കുറേ ആൾക്കാരുണ്ട് അതിനവിടെ, ഓരോരാൾക്കും ഓരോരോ ആൾ കോർഡിനേറ്റ് ആക്കിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇത്ര സാധനമാണ് നമുക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയത്. ഓക്കെ, നമുക്കവിടെ പോയിട്ട് കിട്ടിയത് 3 ഗിഫ്റ്റ് കിട്ടിയത്. 3 ഗിഫ്റ്റ് എന്നാന്നിട്ട് പറഞ്ഞത്. അതിലൊരു ഗിഫ്റ്റ് ഈ ഒരു വാച്ച്, ഒരു സ്മാർട്ട് വാച്ച് കിട്ടി. പിന്നെ 2 സാധനം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹോട്ടൽ സ്റ്റേയിൻ്റെ ഒരു വൗച്ചറും, പിന്നൊന്ന് ഡെസേർട്ട് സഫാരീൻ്റെ ഒരു വൗച്ചറും. ഹോട്ടൽ സ്റ്റേ 5 കൺട്രിയാണെന്ന് പറഞ്ഞത്. ഇന്ത്യയില്ല, വേറെ ഇത് പറഞ്ഞ ഓർമ്മയില്ല. UAE-ലുണ്ട് ഒരു ഹോട്ടൽ സ്റ്റേ എന്ന് പറഞ്ഞിന്. ഹോട്ടലിൽ നിങ്ങൾക്ക് നിൽക്കാം, 4 ദിവസം വരെ നിൽക്കാം. ഇല്ലെല്ലാം ബാക്ക് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ ഓർ 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ആക്കാം, ഫ്രീ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. 30 ദിവസം മുന്നേ മാത്രം നമ്മളിപ്പോൾ ഹോട്ടലിൽ എപ്പോൾ നിൽക്കാൻ പോകുന്നത് അതിന് 30 ദിവസം മുന്നേ ബുക്കാക്കണം വിളിച്ചിട്ട് എന്നല്ല പറഞ്ഞിട്ട്. നമ്പർ, പിന്നെ മെയിൽ അയക്കാൻ ഇമെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്താക്കി, കാറിൽ കയറിയപ്പാട് തന്നെ ഞാൻ ചാട് പറഞ്ഞു ഇങ്ങനെ എന്താക്കി നമ്പറിൽ വിളിച്ചിട്ട് നോക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹോട്ടൽ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് തന്ന ആ നമ്പറിൽ വിളിച്ചിട്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു ഫോൺ നമ്പറേ ഇല്ല. പിന്നെ ഡെസേർട്ട് സഫാരിൻ്റെ വൗച്ചർ, ആ ഒരു വൗച്ചറിൽ വിളിച്ചിട്ട് നമുക്ക് റിങ് ആയിന് ഫോണ് എടുത്തിട്ട ഫോൺ 2-3 വട്ടം ട്രൈ ആക്കിയിട്ടും റിങ് ആയിട്ട് ഫോൺ എടുത്തിട്ട. നാളെ ഒന്നും കൂടി വിളിച്ചിട്ട് നോക്കണം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 2 ഫേക്കാണ്. ഓക്കെ, ഇത് മോശമില്ല, ഒരു വാച്ചല്ലേ, ഇത്ര റേറ്റ് ആയാലും അത് സാരമില്ല, ഒരു വാച്ച് കിട്ടിയിരുന്നല്ലോ. ഓക്കെ, ഒരു വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇതല്ല. ഒരു വിളിച്ചത് ഓരൊരു ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ ഓർ പറഞ്ഞത് ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് വെറുതെ അല്ല, നമ്മൾ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയെന്നല്ല പറഞ്ഞു. മാത്രം ഓർക്ക് സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഓർ പറഞ്ഞ് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങളോട് ചോദിച്ചു ഇങ്ങോട്ട്. നിങ്ങൾ ഏതെങ്കിലും കൺട്രിയിൽ വിസിറ്റ് ആക്കാൻ പോയിന, കൺട്രി വിസിറ്റിങ് പോയിന,
ട്രാവൽ ആക്കിയത്. അങ്ങനെ നമ്മൾ 2 കൊല്ലം മുന്നേ മാൽഡീവ്സ് പോയിട്ടുണ്ടായിരുന്നു. മാൽഡീവ്സ് പോയിന് അതെല്ലാം പറഞ്ഞ് എത്ര പൈസ സ്പെൻഡ് ആക്കിന് മാൽഡീവ്സ് പോവാൻ, അതെല്ലാം കേട്ട് എത്ര ഡേയ്സ് അവിടെ നിന്നിന്. അപ്പോൾ അവർ പറഞ്ഞ് ഇത്ര പൈസക്ക് നിങ്ങൾ 4 ദിവസമേ അവിടെ നിന്നിട്ടു, അത് നഷ്ടം നിങ്ങൾക്ക്, അങ്ങനെ ഇങ്ങനെ അതെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ആക്കുന്നുണ്ടാ, പോകാൻ ആഗ്രഹമുണ്ടാ, 3 കൺട്രീൻ്റെ പോകാൻ ആഗ്രഹമുള്ള 3 കൺട്രീൻ്റെ പേര് പറയണം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ ആഗ്രഹം ഇപ്പോൾ ഒരു പ്ലാൻ ആക്കുന്നുള്ള ആ കൺട്രീൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞു എഴുതി കൊടുത്ത്. എന്നിട്ട് അവർ പറഞ്ഞ് ഒരു മാനേജർ വരുന്നു, മാനേജർ സംസാരിക്കുന്നു. അവിടെ കുറേ ഫാമിലീസ് ഉണ്ട്. ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വേറൊരു ഫാമിലി ഇത് അക്സെപ്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ക്ലാപ്പ് ആക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ക്ലാപ്പ് ആക്കുന്നത് ഞമ്മവും ക്ലാപ്പ് ആക്കി. എന്ത് സംഭവം എന്ന് നമുക്ക് അറിഞ്ഞിട്ടാ. എന്നിട്ട് ഒരു പറഞ്ഞ് ഇത് മൂന്ന് എന്തെന്ന് പറയുന്നത് 3 കാറ്റഗറി ഉണ്ട്. 20 ഡേയ്സിൻ്റെ പ്ലാനും 60 ഡേയ്സിൻ്റെ പ്ലാനും പിന്നെ 70 or 90 ഡേയ്സിൻ്റെ പ്ലാനും. അപ്പോൾ 20 ഡേയ്സിൻ്റെ പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 കൺട്രി വിസിറ്റ് ആക്കാം. ഒരു എമൗണ്ട് പറയും, ആ എമൗണ്ട് അവർക്ക് കൊടുത്തെങ്കിൽ 5 കൺട്രി നമുക്ക് വിസിറ്റ് ആക്കാം. എല്ലാം ഫ്രീ എന്നാണ് അവർ പറഞ്ഞത്. ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം ഫ്രീ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ 60 ഡേയ്സിൻ്റെ അടുത്തെങ്കിൽ 10 കൺട്രീസ് അങ്ങനെ അത് വിസിറ്റ് ആക്കാം. അങ്ങനെ അവരിത് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ് ഇത് ഇന്നത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ് നിങ്ങൾക്ക്. അത് ഒരു ഫാമിലിക്ക് 1 ടൈമേ ഓഫർ ഉള്ളൂ. ശരിയാണെന്ന് നമുക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു ഫേക്കിലേക്ക് നമ്മ ഇങ്ങനെ പോവല്ല, ആരും പോണ്ടെന്നാണ് ഞാൻ മുമ്പ് പറയുന്നത്. എന്താ പറയുക, ഞങ്ങൾക്ക് ആടെ വന്ന് ആരും ഒരു ഇത് അക്സെപ്റ്റ് ആക്കിയിട്ട. എന്നിട്ട് ഒരു പറഞ്ഞ് പിന്നെ 20 ഡേയ്സിന് 12,000 ദിർഹംസാണ് 20 ഡേയ്സിന് പേയ്മെൻറ്റ് അവർ ചോദിച്ചത്. 12,000 ദിർഹംസിന് നമുക്ക് 4 കൺട്രീസ് വിസിറ്റ് ആക്കാം. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ആക്കാം. 15 ദിവസം മുന്നേ മാത്രം എവിടെ പോകുന്നതെന്നുള്ളത് ആ ഒരു നമ്പർ അവർ തരും. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മൾ കൺഫേം ആക്കണം. പിന്നെ 20 ഡേയ്സിൻ്റെ 60 ദിവസത്തിൻ്റെ എത്ര പൈസ പറഞ്ഞത് 35,000 ദിർഹംസ്. 90 ദിവസത്തിൻ്റെ 55,000 ദിർഹംസ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത്ര പൈസ 1 ടൈം ആയിട്ട് നമുക്ക് ഇവിടെ അടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കാർഡ് തരും. ആ കാർഡിൽ നിങ്ങൾക്ക് പോയിട്ട് ഇതാക്കാം. ബുദ്ധിയുള്ള ആളൊന്നിലും ഇങ്ങനെ പോകുന്നു തോന്നില്ല. എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഓക്കെ ഞങ്ങൾ പറയാ, ഇല്ല ആലോചിച്ചിട്ട് നാളെ ആയിട്ട് പറയാ. ഇല്ലില്ല ഇപ്പോൾ ഈ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഓഫറുള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ ഓഫറില്ല. അത് കഴിഞ്ഞെങ്കിൽ പിന്നെ പോയി. പിന്നെ നിങ്ങൾ 85,000 ദിർഹംസ് കൊടുക്കണം 4 കൺട്രീസ് വിസിറ്റ് ആക്കണമെങ്കിൽ. അങ്ങനെയുള്ളത് ഞമ്മ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പ്ലാൻ ആക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾ അതിനല്ലല്ലോ ഞമ്മ വന്നിരുന്നത്. നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞിട്ടാണ് ഞമ്മ വന്നത്. അങ്ങനത്തെ ഒരു പ്ലാനൊന്നും ഇല്ല. പെട്ടെന്ന് പോകാനൊന്നും പ്ലാനില്ല. പിന്നെ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ പ്ലാൻ ആക്കുന്നുള്ള കൺട്രീസിൻ്റെ പേര് പറഞ്ഞിരുന്നേ ഉള്ളൂ എന്നറിഞ്ഞു. അപ്പോൾ ഇറങ്ങിയില്ല, ഇത് ഈ ഒരു കപ്പിളിന് ഒരു ദിവസം തന്നെ ഓഫർ. അത് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് ചെറിയ റേറ്റ് 4 കൺട്രീസ് 12,000 ദിർഹംസിന് പോകാന്ന് പറഞ്ഞെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ പേയാക്ക് അത് ശരി ഞാൻ ഇത് പൈസ ഒന്നും കൊണ്ടുവന്നിട്ടാ. കാർഡ് ഉണ്ടെങ്കിൽ മതി, കാർഡ് അക്സെപ്റ്റ് ആക്കുന്നുണ്ട്. അത് ശരി എനിക്കൊരു കാർഡും ഇല്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഊരി. ഞങ്ങൾ അതിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ടാകുമ്പോൾക്ക് ഓർക്ക് ഉറപ്പായി ഇത് നടക്കലാ, ഇത് ഓര് നടക്കുന്ന കേസല്ല എന്ന് അറിഞ്ഞിട്ടില്ലേ. പിന്നെ ഓർക്കൊരു ഇതേ ഇല്ല, ഒരു ബില്ല് വേണ്ടൂല. നമുക്ക് ഓർ തരാന്ന് പറഞ്ഞാൽ 3 ഗിഫ്റ്റ് ഓർ ഫസ്റ്റ് തന്നിട്ടൊന്നും ഉണ്ടായിട്ടാ. ഫസ്റ്റ് ഇതാന്ന് ഒരു ഡീറ്റെയിൽസ് ഫുള്ള് ചോദിച്ചതും ഇങ്ങനെ ഇത്ര പൈസ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എന്തെല്ലാം സംസാരിക്കുന്നുണ്ടായിന്. അത് നമ്മൾ ചിലപ്പോൾ അതിലേക്ക് ഓർ കൊണ്ടുവരാനായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ടായിന്. എൻ്റെ ആലിച്ച പറഞ്ഞ് അന്ന് നിങ്ങൾ പറയണ്ട, ഈ പാക്കേജിനെല്ലാം എത്ര പൈസ തന്നെന്ന് ആദ്യം പറയാം, എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൈസ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ആക്കുന്നില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ നാളെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് പിടിച്ചു പറയാം. ഇല്ലില്ല സാർ നാളേക്കൊന്നും കഴിയില്ല, ഇന്ന് തന്നെ വേണം, ഇന്ന് തന്നെ ഇപ്പം ഇവിടെ പൈസ അടിക്കണം എന്നല്ല പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഓരോ ഇതെല്ലാം മാറി ചിരിയെല്ലാം പോയി മുഖത്ത്. നമ്മൾ ഓർത്തു ഗിഫ്റ്റ് കൊടുത്തോന്ന് വെച്ച്
ആ ഗിഫ്റ്റ് വരും വെയിറ്റ് ആക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഗിഫ്റ്റ് വന്ന് ഗിഫ്റ്റ് കിട്ടിയത് ഈ 3 സാധനം. ഈ 3 സാധനത്തിൽ ഇത് ഓക്കെ എന്ന് പറയാം, ഈ 2 സാധനം വേസ്റ്റ്. ഇതിലുള്ള നമ്പറിൽ ആ നമ്പറിലില്ല, അവൈലബിൾ അല്ല. പിന്നെ ഈ നമ്പറിൽ റിങ് ആയിന് ഒന്നും കൂടി വിളിച്ചിട്ട് നോക്കണം ഡെസേർട്ട് സഫാരിയുടെ അത് കിട്ടിയെങ്കിൽ ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ വരുന്ന് ഇവിടെ UAE ആൾക്ക്. നമ്മളിപ്പോൾ ലുലുല് അല്ലെങ്കിൽ ഇവിടെ മദീന അങ്ങനത്തെ അടുത്തെല്ലാം പോയിട്ടാകുമ്പോഴേക്ക് ഇങ്ങനെ കൂപ്പൺസ് കിട്ടുമല്ലോ ഫില്ലാക്കി കൊടുക്കാൻ. അങ്ങനെ അപ്പോൾ ഫില്ലാക്കി കൊടുക്കുന്ന ആൾക്കാരിൽ എല്ലാവർക്കും വിളിക്കുന്നത് ഓർ പറയുന്നത് സെലക്റ്റഡ് ആൾക്കാരെ മാത്രമാണ് വിളിക്കുന്നതാണ് ഓർ പറയുന്നത്. ഒരാഴ്ച ഒരു ഇങ്ങനത്തെ ഇൻവിറ്റേഷന് കാര്യമെല്ലാം അയക്കുന്നോർ, ഇതുണ്ടെങ്കിലേ അവിടെ കയറാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയല്ല പറയുന്നത്. ഫസ്റ്റ് അങ്ങ് ഫീക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് അന്നൊരിക്കൽ വിളിച്ചിട്ടാകുമ്പോൾ നമ്മൾ പോകേണ്ടത്. ഇപ്പം പിന്നെ രണ്ടാമതും കൂടി വിളിച്ചിട്ട് നമ്മൾ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് ഞാൻ ആ ടൈമിനാണ് എൻ്റെ ഫാമിലി, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനെ കിട്ടീനെ, അവർക്ക് വിളിച്ചിട്ടാകുമ്പോൾ ഓർ പറഞ്ഞ് അതെല്ലാം വെറുതെ അത് ഉടായിപ്പ്. പിന്നെ പറയാൻ മറന്നു പോയത്, ഒരു നാട്ടിലിപ്പോൾ ഉണ്ട്, കൊച്ചിയിൽ പോയിട്ട് അവിടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു തന്ന നമ്പറിലേക്ക് കോൾ ആക്കിയിട്ടാകുമ്പോൾ അങ്ങനത്തെ നമ്പറില്ല, പിന്നെ ഇമെയിൽ അയച്ചെങ്കിൽ അതിലേക്ക് റിപ്ലൈയും ഇല്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഉറപ്പായത് വെറുതെ ഉടായിപ്പ്. നമ്മളിങ്ങനെ ഈ ഒരു ട്രാപ്പിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരായാലും പോകല്ലോ. വെറുതെ ഒരു 3 ഗിഫ്റ്റ് കിട്ടുന്ന പറയുമ്പോൾ ആരായാലും പോകല്ലോ. ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ട് രണ്ടാമത്തതും കൂടി വിളിച്ചത് കൊണ്ട് ഞങ്ങൾ പോയത്. പിന്നെ അവിടെ വന്ന ആളെല്ലാവരും വെറുതെ ഒരു കൊടുക്കുന്ന ഈ 2 പേപ്പറും ഒരു സ്മാർട്ട് വാച്ചും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടാകുമ്പോൾ തന്നെ ഒരാൾ ഇത് അക്സെപ്റ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് ക്ലാപ്പ് ആക്കിച്ചിന്. ഞങ്ങൾ പുറത്തേക്ക് ചെയ്യുമ്പോഴേക്കന്നെ ഓറും പുറത്തേക്കിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഓരോട് ചോദിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ആക്കിയാ, നിങ്ങൾ പൈസ കൊടുത്തോ? ഇല്ല ഞങ്ങൾ അക്സെപ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, അതൊരു വെറുതെ അടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആ സംഭവം. അപ്പോൾ ഇങ്ങനെ UAE ആൾക്ക് ഏകദേശം ആൾക്കും ഇങ്ങനെ വരുന്നുണ്ടാവും, ഇങ്ങനെ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ബാ എന്നല്ല പറഞ്ഞിട്ട്. അപ്പോൾ പോകുന്നെങ്കിൽ പോയിക്കോ, ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ സ്മാർട്ട് വാച്ച് അതെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അടുത്തെങ്കിൽ പോയിക്കോ. കുറേ അബുദാബിയിലുള്ള ആൾ ദുബൈക്കും ദുബൈയിലുള്ള ആൾ അബുദാബിക്കും പോയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പെട്രോളിൻ്റെ പൈസ എല്ലാം വെറുതെ വേസ്റ്റ് ആണെന്നല്ലാണ്ട്. പിന്നെ മനുഷ്യരുടെ അബുദാബിയിലുള്ള ആൾക്ക് അബുദാബിയിൽ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കോ. ജസ്റ്റ് ഇങ്ങനത്തെ സ്മാർട്ട് വാച്ച് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടും, അതെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയിക്കോ. അല്ലാണ്ട് അവിടെ പോയിട്ട് ഓരോ പ്ലാനിൽ കൂടാൻ നിൽക്കണ്ട, അത് ഫേക്ക് ആയിരിക്കും. ചിലപ്പോൾ ഞമ്മ പേയ്മെൻറ്റ് ആക്കിയിട്ടായിട്ട് ചിലപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഇങ്ങനെ ഇവിടെ കോണ്ടാക്ട് ആക്കിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചിലപ്പോൾ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ എടുക്കണമെന്നും കിട്ടണമെന്നുമില്ല. ചിലപ്പോൾ അതൊരു 1 ടൈമിനുള്ള ഒരു നമ്പറും കാര്യമായിരിക്കും അവർ കൊടുക്കുന്നത്. നമ്മൾ പൈസ വെറുതെ പോകുന്നുണ്ടാണ്ട് നല്ലോണം പൈസ കൊടുത്തിട്ട് ഇതാകുന്നതല്ലേ. നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രാവൽ ഏജൻസിനോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടോ പ്ലാൻ ആക്കിയിട്ട് നമ്മൾ പോകുന്നത് നല്ലത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എല്ലാവർക്കും അറിയിക്കാനും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് പണി കിട്ടിയൊരു കഥ പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.